ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളം കളഞ്ഞെടുക്കാമേ. അതിനോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ള അവലാണ് കേട്ടോ. അതും വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം നമുക്ക് വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ള അവലും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ തിരികെ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 3-4 ഏലക്ക നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി എല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർക്കാതെ അരിയിലൊക്കെ ഉള്ള വെള്ളത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാമേ. അപ്പോൾ അതാ കണ്ടല്ലോ, അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അരിയെല്ലാം നല്ലോണം ഒന്ന് അരഞ്ഞ് റെഡിയായി കിട്ടണേ. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അത് അരച്ചത് നമ്മൾ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ആ സമയം നമുക്കിനി അടുത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ശർക്കര പൊടി ആയതുകൊണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു ശർക്കര പാനി തയ്യാറാക്കി എടുക്കാമേ. അങ്ങ് കുറുകിയൊന്നും വരണ്ട, അത്യാവശ്യം ഒന്ന് ഉരുകി കിട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ആ ശർക്കര പാനി ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാമേ. അരിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ വെക്കേഷനായിട്ട് വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുത്തോളൂ. ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ വയറ് ഫുള്ളാകാനായിട്ട്. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവേ. അപ്പോൾ അതാ ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. നമ്മൾ മാവ് ഒരുപാട് സമയമൊന്നും സെറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാമേ. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ മാവ് എടുത്തിരിക്കുന്ന ആ ഒരു മാവ് കൊള്ളാൻ കണക്കിനുള്ള പാത്രം വേണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലോട്ടങ്ങ് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് തേങ്ങയെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ തേങ്ങാക്കൊത്തെല്ലാം നടുക്കോട്ട് തന്നെ വന്നോളും കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ലൊരു ചന്തമായിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ തേങ്ങാക്കൊത്ത് ഏത് സൈഡിൽ വേണമെങ്കിലും ഇരുന്നാൽ കുഴപ്പമില്ല, എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നടുക്ക് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് നടുക്കോട്ട് വരും കേട്ടോ. അത് നല്ലത് ഒരു കാണാനൊരു രസമായിരിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിടണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാമേ. 15 മിനിറ്റ് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് വെക്കാം. നമ്മളത് ഇതേപോലത്തെ ഗ്ലാസ് അടപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഹോള് ചെറുതായിട്ട് ഒരു പേപ്പറോ എന്തെങ്കിലും കൊണ്ടുവന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ 15 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നല്ലോണം അതൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് മാവ് ഒഴിച്ചത് കൊണ്ടാണ് കേട്ടോ ഈ തേങ്ങയെല്ലാം ഈ സൈഡിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടുക്ക് ഭാഗത്തായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നടുക്ക് വരെ അതൊന്ന് ശ്രദ്ധിച്ചു വേണം കേട്ടോ. അപ്പോൾ അത് മാവ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പം ഇതാ കണ്ടല്ലോ നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അഥവാ എന്തെങ്കിലും ചെറുതായിട്ട് ഒട്ടി വരുന്നുണ്ട്, മാവ് വെന്തില്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവുമേ. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ.
അപ്പോൾ ഞാൻ എന്താ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലോണം അതങ്ങ് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡൊക്കെ ഇതാ ഒരു തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാമേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നമുക്കിത് ഇവിടെ ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അവർക്ക് തയ്യാറാക്കി കൊടുത്തോളൂ കേട്ടോ. അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഇനി ശർക്കര നമ്മൾ 1 കപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതൊരു നോർമൽ മധുരമാണ്. എക്സ്ട്രാ വേണമെങ്കിൽ കൂടുതലിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കും.